കൽപ്പറ്റയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭരണശിരാകേന്ദ്രമായ കൽപ്പറ്റയുടെ പ്രവേശന കവാടത്തിൻ്റെ ഒരു ഭാഗം, അതായത് നമ്മൾ ബൈപ്പാസ് റോട്ടിലേക്കും അതേപോലെ തന്നെ കൽപ്പറ്റയിലേക്കും അതേപോലെ തന്നെ മേപ്പാടി ഭാഗത്തേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ഒരു റോഡ് പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. ഈ ഉള്ളവൻ തന്നെ എത്രയോ പോസ്റ്റുകളും ഈ അധികാരികളെയൊക്കെ അറിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെയും ഒരു പരിഹാരവുമായിട്ടില്ല. ഇടയ്ക്കുന്ന് കൊണ്ടുവന്ന് കുറച്ച് കൊത്തിക്കോരി കൊണ്ടുവന്നിടും, അതൊന്ന് നിരത്തുമെന്നല്ലാതെ അവിടെ ഒരു ടാറിങ് സംവിധാനങ്ങൾ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. അതുപോലെ തന്നെ ആ കൈനാട്ടി ജംഗ്ഷനിലേക്ക് ബൈപ്പാസ് ഇറങ്ങി വരുന്നൊരു ഭാഗത്ത് ഒറ്റ ദിവസം രാത്രി കൊണ്ട് തന്നെ, ഒരു ദിവസം ഞാൻ വരുന്ന സമയത്ത് അവിടെ മണ്ണ് അതിൻ്റെ കല്ലുകളൊക്കെ മാറ്റുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ടാറിങ് ജോലികൾ പൂർത്തിയാക്കി. ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തകർന്ന് മാസങ്ങളോളായിട്ടും ഇതുവരെയും അതിൻ്റെ ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരുപാട് വാഹനങ്ങൾ അതിലേ പോകുന്നതാണ്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾ കണ്ടു. വലിയ ലോഡ് വണ്ടികൾ വന്നിട്ട് അവിടെ വന്ന് അതിൻ്റെ ആക്സിലൊക്കെ പൊട്ടിക്കിടക്കുന്ന കാഴ്ചകൾ നിരന്തരം കാണാം. ഇതിനൊരു പരിഹാരം ഉണ്ടാവണ്ടേ? ഒരു കലക്ടർ, നമ്മളെ വയനാട് ജില്ലയുടെ കലക്ടർ തന്നെ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ്. അവർക്ക് പോലും അത് കാണുമ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ടാർ ചെയ്ത് വൃത്തിയാക്കണം എന്നുള്ളൊരു ചിന്ത, അതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി എടുക്കാൻ പോലും കഴിയുന്നില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് ഇതിനകത്തൊരു വലിയൊരു വിഷമം തോന്നുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് അതൊരു ടാറിങ് ജോലികൾ പൂർത്തിയാക്കി നല്ലൊരു സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട്, നമ്മളെല്ലാം ടാക്സ് കൊടുത്തിട്ട് തന്നെയാണല്ലോ നമ്മളൊരു വാഹനങ്ങൾ വാങ്ങി ഓടിക്കുന്നത്. അപ്പോൾ അത് റോഡ് നന്നാക്കി തരാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ അധികാരികൾക്ക് ഉണ്ടാവണം എന്നാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.